വർധനവ് 50% വർധനവ് ഭൂനികുതി വർധനവ് കേട്ടിട്ടുണ്ടോ നാട്ടാരെ ഇതുപോലൊരു വർധനവ് കേട്ടോളൂ ഭരണം മാറും കാലം മാറും അന്നീ നിങ്ങൾ ഓർത്തോളൂ ഗുണ്ടാത്തലവ പിണറായെ എന്നുമെന്നും നാട് ഭരിക്കാൻ കേരള നാട് തീരെഴുതിയിട്ടില്ല ധർണാ സമരം സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള അഗസ്റ്റിൻ മുടയ്ക്ക്, ജോസഫ് പൂക്കുളം തുടങ്ങി കോൺഗ്രസിന്റെ സമന്വിതരായ നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ, നമുക്കറിയാം നമ്മളിങ്ങനെ ഈ ഒരു വെയിലത്ത് നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസിന് മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു ധർണാ സമരം സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് നമ്മൾ എല്ലാവരും തീർത്തും ബോധവാന്മാരാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, 8 വർഷത്തിലധികമായി കേരളം ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഇന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിൽ UDFന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ രീതിയിൽ പ്രകടമാവുകയാണ്. ഇത്തരം സമരങ്ങളെ ഒന്നും നമ്മൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കാരണം ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരു മാതൃക. നമ്മൾ നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിലും ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സാധാരണക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരിൽ നിന്ന് പിഴിഞ്ഞ് എടുത്ത് അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നതല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ യാതൊരു ശ്രമവും മനസ്സും കാണിക്കാത്തൊരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേരളത്തെ കടുത്ത രീതിയിൽ അവഗണിക്കുകയും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രതിപക്ഷ MLA-മാർക്ക് നക്കാപ്പിച്ച മാത്രം കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് നൽകാതെ പ്രതിപക്ഷ MLA-മാരെ അവഗണിക്കുന്ന നടപടിയും തുടരുകയാണ്. ഇവിടെ ആമുഖമായി തന്നെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനുമെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ വില്ലേജുകൾക്ക് മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി കോൺഗ്രസ് പാർട്ടിയും സഹപ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാത്ത വിധത്തിലേക്ക് വാഹന നികുതിയും വർദ്ധിപ്പിച്ചിരിക്കുക. ഏത് മേഖലയിൽ നോക്കിയാലും എല്ലാം വർധനവ് കൊണ്ട് അമ്മാനമാടുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ടൗണിലേക്ക് ചെന്നാൽ വിലക്കയറ്റം, എല്ലാ സാധനങ്ങൾക്കും 10 ഇരട്ടിയും 15 ഇരട്ടിയും 100 ഇരട്ടിയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരുണത്തിലാണ് നമ്മുടെ മേൽ കൂനുമേൽ കുരുവ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവര് ഭരണത്തിലിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവര് ഭരിക്കുമ്പോൾ അവ ഈ നികുതികൾ പിരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ ആ ജനം ഗുണകരമായിരിക്കും എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്കറിയാം, ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 100 കോടി രൂപയാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് സാമൂഹ്യ മേഖലയിലൊന്നും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവരിപ്പോൾ വളരെയധികം ഉദ്ഘോഷിക്കുന്നുണ്ട്, ഞങ്ങൾ കേരളപിതാ നമ്പർ 1 ആണ്, കേരളപിതാ വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇവര് നടത്തിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കാനില്ല. മറ്റ് ഗവൺമെന്റുകൾ നടത്തിയതിന്റെ ബാക്കി ഭാഗങ്ങൾ മാത്രം സർക്കാരിനെയും അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കളെ,
വളരെ വെയിൽ കൂടി, അതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഈ ധർണാ സമരം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തിയിരുന്നു. ഈ ഗവൺമെന്റിനെതിരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരത്തിനെതിരെയുള്ള പ്രതിഷേധമായി ഈ സമരത്തിനെ നമ്മൾ നോക്കിക്കാണും. നമുക്കറിയാം ഇവിടുത്തെ സമരത്തിന്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ വീണ്ടും ഈ പ്രാവശ്യവും ഏകദേശം 30 കോടി രൂപയോളം റേറ്റ്. അവിടെയാണ് നമ്മുടെ ആശാവർക്കർമാരെ പോലെയുള്ള സാധാരണക്കാരെ പോലെയുള്ള, അതായത് അതോടൊപ്പം തന്നെ നമ്മുടെ കർഷക തൊഴിലാളികളെ പോലെയുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള പെൻഷനോ ആനുകൂല്യങ്ങളോ കൊടുക്കാതെ സർക്കാർ മുഖം തിരിച്ചു നടത്തുന്നത്. ഈ 7 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഏറ്റവും അധികം മെച്ചം കിട്ടിയത് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണാ വിജയന് മാത്രം. വീണാ വിജയന് വേണ്ടി മാത്രം ഭരിക്കുന്ന, വീണാ വിജയന് ഒരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തു, വീണാ വിജയന് കോടികളുടെ ആസ്തി ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറഞ്ഞവരെല്ലാം നമ്മുടെ നികുതി വർധനവിനെതിരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു സമരത്തിന്റെ കാര്യം, ആശാ വർക്കേഴ്സ്. എനിക്ക് കൂടുതൽ പറയാനുള്ള അതിനെക്കുറിച്ചാണ്. കാരണം ഇപ്പോൾ 9ാം ദിവസം, ഇന്ന് 10ാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഒരു കൂട്ടം ആശാ വർക്കേഴ്സ് നിൽക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 25-ാം തീയതി INTC-യുടെ നേതൃത്വത്തിലും സമരം കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട്. പിച്ചതണ്ട സമരമാണ് നടക്കുന്നത്. നവംബർ മാസം മുതൽ ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഓണററിയോ ആയിട്ട് ഇൻസെന്റീവ് ആയിട്ട് കിട്ടിയിട്ടില്ല. വളരെ ദയനീയ അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പൈസകൾ നികുതി കാര്യങ്ങൾക്ക് എല്ലാത്തിനും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എന്താ സ്ഥിതി എന്ന് വളരെ ദയനീയമാണ്. അതുകൊണ്ടാണ് പിച്ചതണ്ട സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ധർണാ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരം സിന്ദാബാദ്. ഭൂനികുതി പിൻവലിക്കുക. വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കുക. ഭൂനികുതി പിൻവലിക്കുക. പിൻവലിക്കുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. 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 ഈ ധർണ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ഈ ധർണ സമരത്തിന്റെ യോഗത്തിൽ നന്ദി അറിയിക്കും. പ്രസിഡന്റ് ജോണി ആമക്കാട്ട്, കൊണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയി നമ്പിടാകം, നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ചാറാറാത്ത്, നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ, പിന്നെ പേര് വിട്ടുപോയിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്തുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.